ഇപ്പൊ നമ്മൾ പെട്രോൾ ആയാലും ഡീസൽ ആയാലും EV ആയാലും നമ്മൾ ഏത് വണ്ടി എടുത്താലും ഓണർ നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. പേരെന്താണ്? എന്റെ പേര് ഹരി. ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. പൊന്നാനി KCBന്റെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷനിലാണ്. വണ്ടി നെക്സോൺ ഫേസ് ലിഫ്റ്റ്. ലോങ് റേഞ്ച് വണ്ടി. എത്ര വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഇപ്പോ 22 മാസമായി. 22 മാസം. എങ്ങനെ ഓവറോൾ കണ്ടീഷൻ എങ്ങനെ വണ്ടിയുടെ? വണ്ടി ഞാൻ ഓടിക്കുന്നത് ഞാൻ ഹാപ്പിയാണ്. കാരണം കമ്പനി എത്ര കിലോമീറ്റർ പറയുന്നുണ്ട്? കമ്പനി 465 ആണ്. പക്ഷെ 465 നമുക്കറിയാം അതൊരു ടെസ്റ്റ് കണ്ടീഷനിലുള്ളതാണ്. നോർമൽ ചാർജ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നുണ്ട്? നോർമൽ ചാർജ് ചെയ്യാനായിട്ട് ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ 1 to 1.5 hours വരുന്നുണ്ട്. എത്ര രൂപയാവും ഏകദേശം? ഏകദേശം ഇപ്പോൾ പൈസ കൂട്ടിയ സ്ഥിതിക്ക് ഒരു 800 രൂപയോളം വരും. KCB ആണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ചാർജ് ചെയ്യുന്നത്. 28 രൂപയും കണ്ട 27 രൂപയും കണ്ട ആവുന്നുണ്ട്. KCB തന്നെയാണോ അതോ ഗോഎസി അതുപോലെയുള്ള? ഞാൻ എല്ലാത്തിലും ഉപയോഗിക്കാറുണ്ട്. ഞാൻ സിയോൺ ഉപയോഗിക്കാറുണ്ട്, ഗോഎസി ഉപയോഗിക്കാറുണ്ട്, പിന്നെ KCB ഉണ്ട്, പിന്നെ ചാർജ് സോൺ, അങ്ങനെ പലതും ഉപയോഗിക്കാറുണ്ട്. കേരളത്തിന് പുറത്തൊക്കെ പോയിട്ടുണ്ടോ? കേരളത്തിൽ പുറത്ത് പോകാറുണ്ട്. എത്ര കിലോമീറ്റർ നമുക്ക് എപ്പോഴാണ് കൂടുതൽ ചാർജ് കുറയുന്നത്? ഓവർ സ്പീഡ് പോകുമ്പോഴാണോ? എങ്ങനെയാണ്? ഒരു 80 വരെ പോയി കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളൊരു 320ന്റെ അടുത്ത് തന്നെ നമുക്കൊരു റേഞ്ച് കിട്ടുന്നത്. അതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് റേഞ്ച് നല്ലപോലെ കുറയും. ഇപ്പൊ ഓവർലോഡ് ഒക്കെ വെച്ചിട്ട് ഇപ്പൊ 5 സീറ്റ് അല്ലേ, 5 സീറ്റർ അല്ലേ? അതെ. അപ്പൊ 5 ലോഡിന് അതിനനുസരിച്ചിട്ടുള്ള റേഞ്ച് കുറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഫുൾ ചാർജിൽ കേരളം മുഴുവൻ സഞ്ചരിക്കാൻ പറ്റില്ല. അത് പറ്റില്ല. അതെന്തായാലും പറ്റില്ല. പിന്നെ ഇപ്പൊ ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പൊതുവില് ഞാൻ ചാർജ് ചെയ്യുന്നത് നമുക്ക് കോഴിക്കോട് വരെ ഒന്നും എത്തില്ല. ഫസ്റ്റ് ചാർജ് മാക്സിമം എറണാകുളം കഴിഞ്ഞ് സേഫ് ആയിട്ടാണെങ്കിൽ എറണാകുളം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഗുരുവായൂർ വരെ കിട്ടും. അത് റിസ്ക് ആണ്. ഗുരുവായൂർ വരെ വരുന്നത് റിസ്ക് ആണ്. അതായത് ഏകദേശം എത്ര പെർസെന്റേജ് ആകുമ്പോഴാണ് റീചാർജ് ചെയ്യാനുള്ള മൈൻഡ് വരുന്നത്? ഞാന് ഒരു 15നും 20നും ഇടയ്ക്ക് ഞാൻ ചാർജ് ചെയ്യും. അതിന്റെ 15ന്റെ താഴത്തേക്ക് കൊണ്ടുപോകാറില്ല. ഇല്ല. ചാർജ് ചെയ്ത് നിന്നിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. ടാറ്റയാണ് വണ്ടി. എങ്ങനെ ടാറ്റയുടെ സർവീസ് ഒക്കെ? സർവീസ് ആണ് പൊതുവിൽ വിൽക്കുന്ന ഒരു സുഖം പിന്നെ എല്ലാവർക്കും അല്ല. സർവീസ് എനിക്കിപ്പോ ഞാൻ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അറ്റൻഡ് ആവുന്നുണ്ട്, ചെയ്തു തരുന്നുണ്ട്. പക്ഷെ ഒരു ഇന്ററാക്ഷൻസ് ക്ലിയർ അല്ല. ചാർജ് തേർഡ് പാർട്ടി വെച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത് പുറത്ത് അല്ലേ? ഡയറക്റ്റ് അല്ലല്ലോ. ഡയറക്റ്റ് ആണെന്നാണ് പ്രശ്നം. ഇപ്പൊ ഞാന് ട്രിവാൻഡ്രത്ത് ലക്സോണിലാണ് കൊടുക്കുന്നത്. അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ സർവീസ് ചെയ്ത് കിട്ടുന്നുണ്ട്. എല്ലാ സ്ഥലത്തും അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഫസ്റ്റ് സർവീസ്, സെക്കൻഡ് സർവീസ്, തേർഡ് സർവീസ് അതിനൊക്കെ വാഷിംഗ് ഫ്രീ ആണോ? അത് വാഷിംഗ് ഫ്രീ ആയിരുന്നു. പിന്നെ ഓവറോൾ ഇപ്പോ നമുക്ക് കമ്പനി പറഞ്ഞതിനേക്കാളും കുറവാണ് കിട്ടുന്നത്. ഓവറോൾ കമ്പനി പറഞ്ഞതിനേക്കാളും കുറവെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ടെസ്റ്റ് കണ്ടീഷൻസിലല്ലേ. നമ്മളുടേതായ ഒരു റോഡ് കണ്ടീഷൻസ് എല്ലാം വെച്ച് നോക്കുമ്പോ ഞാൻ ഹാപ്പിയാണ്, വണ്ടിയിൽ ഹാപ്പിയാണ്. ഇനി ഒരു ഫ്രണ്ടിനോട് EV എടുക്കാനാണോ റെക്കമെൻഡ് ചെയ്യുന്നത് അതോ ഡീസൽ വണ്ടി എടുക്കാനാണോ? ഇല്ല, EV വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ EV വണ്ടി തന്നെയാണ്. പിന്നെ ആരും EV മാറുന്നില്ല. ആളുകൾ വീണ്ടും EV മാറുന്നവരുണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഞാൻ എന്തായാലും EV മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല. EV ഇപ്പൊ ഈ റേറ്റ് കൂട്ടിയ അവസ്ഥയില് ഇതിപ്പോ ഏകദേശം ഡീസലിന്റെ ആ ചാർജിലേക്ക് വന്നല്ലോ. അല്ല, ആ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ എന്തായാലും ആ കംഫർട്ട് ലെവൽ ഡിഫറെന്റ് ആണ്. കേരളത്തിലാണെന്ന് തോന്നുന്നു ഇപ്പോ ഗവൺമെന്റ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ബാംഗ്ലൂര് 6 രൂപയ്ക്കും ബെസ്കോം എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിന്റെ, അതായത് കർണാടകയുടെ ഗവൺമെന്റ് ഇത് ഡീസലിന്റെ പെട്രോളിന്റെയും വില പോലെ അന്യ സംസ്ഥാനത്ത് കുറവുണ്ട് അല്ലെ? അവിടെ എല്ലാ പ്രൊവൈഡേഴ്സും ഞാൻ പറയില്ല, ഓരോരുത്തർക്കും ഓരോ ചാർജാണ്. പക്ഷെ അവിടുത്തെ ഗവൺമെന്റ് സെക്ടറിൽ കുറവുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളുടെ ഇവിടെയും ഗവൺമെന്റ് സെക്ടർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, EV-നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു സബ്സിഡി കൊടുത്താൽ നല്ലതായിരിക്കും. ഇതിപ്പോ ഗവൺമെന്റും പ്രൈവറ്റ് പ്ലേയേഴ്സും തമ്മിൽ വ്യത്യാസമില്ല റേറ്റിൽ. അതൊരു ഭയങ്കര ഒരു വ്യത്യാസമാണ്. കാരണം ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മള്
ആ ഒരു സബ്സിഡി അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് മാത്രമാണ്. ഇപ്പൊ എത്ര 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 കിലോമീറ്റർ ഓടി ടോട്ടല്? 34,000 കിലോമീറ്റർ ഓടി. എത്ര വർഷത്തിനുള്ളില്? പറഞ്ഞ 20 മാസത്തിൽ. 20 മാസത്തിനുള്ളിൽ, അതായത് ഒരു വർഷവും 6 മാസം. 6 മാസം 34,000 കിലോമീറ്റർ. 34,000 കിലോമീറ്റർ. പിന്നെ കണ്ട് എന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നോ? വലിയ മെയിൻ്റെനൻസ് ഒന്നുമില്ല, ജനറിക് ആയിട്ടുള്ള മെയിൻ്റെനൻസ് മാത്രമേ ഉള്ളൂ. ജനറിക് ആയിട്ടെന്ന് പറയുമ്പോൾ യൂഷ്വൽ മെയിൻ്റെനൻസ് മാത്രം. അതായത് ഫസ്റ്റ് 3 ഫ്രീ സർവീസ് കഴിഞ്ഞിട്ട് ഒരു 15,000, പിന്നെ ഒരു 22,500, പിന്നെ ഒരു 30,000. ഇതിന്റെ സർവീസ് ജനറിക് കമ്പനി പറയുന്ന സർവീസസ് മാത്രം ചെയ്തിട്ടുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും. ഇനിയും ടാറ്റയാണോ എടുക്കുകയാണെങ്കിൽ അതോ വേറെ ഏതെങ്കിലും കമ്പനി? വേറെ പല വണ്ടികളും കമ്പനികളും ഉള്ളത് കൊണ്ട് എം ജി ഉണ്ട്, BYD ഉണ്ട്. BYD ആണ്. ഇത് കൂടുതൽ ഒന്നും അറിയാതെയാണ് നമ്മളൊക്കെ ഇതിനകത്ത് ചെന്ന് ചാടുന്നത്. അതായത് ഒന്നും പഠിക്കാതെ നമ്മളോട് വഴിയിൽ തടഞ്ഞു വെച്ച ആളുകൾ ചോദിക്കുന്നുണ്ട് എത്ര കിലോമീറ്റർ കിട്ടുമ്പോൾ എത്ര പ്രൈസ് ആണ്. പക്ഷെ അതിൽ അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് വേണ്ട ഫ്യൂച്ചറുകൾ എന്തൊക്കെയാണെന്ന് പറയാമോ? അല്ല, EV-യില് ഏത് വണ്ടി എടുത്താലും, ഇപ്പൊ നമ്മൾ പെട്രോൾ ആയാലും ഡീസൽ ആയാലും EV ആയാലും, നമ്മൾ ഏത് വണ്ടി എടുത്താലും ഓണർ നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. നമ്മൾ നോക്കിയിട്ട് നമ്മൾക്ക് പറ്റുന്ന കാര്യമാണോ എന്നും കൂടെ നോക്കിയിട്ട് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതേ ഞാൻ പറയൂ. കാരണം നമ്മൾ എടുത്തിട്ട് നാളെ ഇതിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഇൻവെസ്റ്റ്മെന്റിനോട് നമ്മൾ ആ ഒരു സമയം എടുത്ത് തന്നെ ചെയ്യാം. അതായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യാം. നാളെ ഈ വണ്ടിയിലേക്ക് വേണ്ട ഒരു ഫീച്ചറിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വണ്ടിയിൽ വേണ്ട ഫീച്ചർ എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ADAS ഒക്കെ ഇപ്പോ ഇതാവുന്നുണ്ട്. അതൊക്കെ ഒന്ന് മെച്ചൂർ ആയി കഴിയുമ്പോ തന്നെ ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതില്. പിന്നെ ഇപ്പൊ ഈ വണ്ടി പഴയ വണ്ടിയിൽ ADAS വേണമെന്ന് നിർബന്ധിക്കാൻ പറ്റില്ല. അതിനതിൻ്റെതായ സെൻസറും അപ്ഡേറ്റ്സും എല്ലാം ഉണ്ട്. അപ്പോ പുതിയ വണ്ടികൾ വരുമ്പോ അതിൻ്റെതായ മാറ്റങ്ങൾ കാണാം. നമുക്ക് പുതിയ വണ്ടികൾ വരുമ്പോ എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സോളാർ വെച്ചുകൊണ്ട് ചാർജ് തന്നെ ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് കാലം മാറി. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നല്ലത്. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല. എന്തെങ്കിലും അപ്ഡേറ്റിനെ കുറിച്ച്? അല്ല, അങ്ങനെ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാനിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞാല് നമ്മള് കമ്പനി പറഞ്ഞ 450 കിലോമീറ്ററിന് പുറമെ നമുക്ക് ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇതേപോലെ സമയം സ്പെൻഡ് ചെയ്യാണ്ട്, ചാർജിങ്ങിന് സമയം സ്പെൻഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക്. അല്ല, അത് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ചാർജിങ് നമ്മൾ ടൈം ഒരു കുറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതെന്നും നല്ലതാണ്. കാരണം നമ്മൾ റീപ്ലേസ്മെന്റ്, ഇപ്പൊ നമ്മള് ഗ്യാസ് ഒക്കെ സിലിണ്ടർ ഒക്കെ മാറ്റി വെക്കുന്ന പോലെ ഒരു റിപ്ലേസ്മെന്റ് സെക്ഷനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? റീപ്ലേസ്മെന്റ് എനിക്ക് ഇതിനെ കുറിച്ചിട്ട് എനിക്ക് അത്ര വലിയ യോജിപ്പില്ല. കാരണം എന്ന് വെച്ചാല് അല്ലെങ്കിൽ അത്രയും ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു ടെക്നോളജി വരികയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനിൽ അത് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ, ചൈനയിലൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. 1200 കിലോമീറ്റർ ഒക്കെ ഓടുന്ന വണ്ടി ഇറങ്ങി. 1200 കിലോമീറ്റർ ഒരു മാസത്തില് 2-3 പ്രാവശ്യം ചാർജ് ചെയ്താൽ. അതെ, 1200 കിലോമീറ്റർ ഓടുന്ന ഒരാൾക്ക് ആവശ്യം എന്താ വെച്ചാൽ എടുക്കുന്നതിൽ ഉപയോഗമുണ്ട്. ഞാൻ കൂടുതലും സിറ്റി ഓട്ടാണ് എല്ലപ്പോഴും. നമുക്ക് സിറ്റി ഓട്ടത്തിന് ഈ വണ്ടി ഫ്രീ ആണ്, നല്ല സുഖമാണ്, ക്ലച്ചിൽ താങ്ങി സുഖമാണ്. ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു EV എടുക്കുന്ന ഒരാൾക്ക് മിനിമം എത്ര കിലോമീറ്റർ ആണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ മിനിമം ചെറിയ ഓട്ടം ഞാൻ എന്റെ ഈ വണ്ടി ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോ 1750 തൊട്ട് 2000 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ 8 വർഷം കൊണ്ട് 1,60,000 കിലോമീറ്റർ ഓടും. അതാണ് വാറണ്ടി ടൈമും ഇവര് പറയുന്നത്. അപ്പോ ഒരു 2000 കിലോമീറ്റർ മാസം ഓടുന്നുണ്ടെങ്കിൽ EV എടുക്കുന്നത് കൊണ്ട്, അല്ലാണ്ട് വെറുതെ വീട്ടിൽ നിന്ന് ഓഫീസിൽ പോകാൻ ആരും EV എടുക്കണ്ടെന്നുള്ള അങ്ങനെയാണ്? അങ്ങനെയല്ല. അത് ഒരു വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ആവശ്യമുണ്ടല്ലോ. നമ്മൾ അതനുസരിച്ചിട്ട് ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതെല്ലാം. അപ്പൊ അതനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് ഓട്ടോ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ. സ്ഥലം എവിടെയാണ്? എന്റെ സ്ഥലം ട്രിവാൻഡ്രാണ്. ഓക്കെ, താങ്ക്സ്, ഒരുപാട് നന്ദി. കാരണം ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്, സാർ പറഞ്ഞത്. താങ്ക് യു.